യൂണിവേഴ്സിറ്റി 1-വർഷ പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ മറിച്ചു നോക്കുന്നതിനിടയിലാണ് സ്വീകരണ മുറിയിൽ വെച്ചിട്ടുള്ള ലാൻഡ് ഫോൺ ബെല്ലടിച്ചത്. പെട്ടെന്ന് അനുവിൻ്റെ നെഞ്ചിലൂടെ കൊള്ളിയാൻ പാഞ്ഞുപോയി. അയാൾ ആരായിരിക്കും? ഇന്നത് എത്രാമത്തെ പ്രാവശ്യമാണ് തന്നെ വിളിച്ചയാൾ അസഭ്യം പറയുന്നത്? 17കാരിയായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത വാക്കുകൾ, സ്ത്രീ ശരീരത്തെ പച്ചയായി പിച്ച് ചീന്തുന്ന പദങ്ങൾ. അവളുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ സുവോളജി നോട്ട് പുസ്തകത്തിലെ മഷി പടർത്തി. അമ്മ തുടിയിലെങ്ങോ പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വന്നെങ്കിൽ. ലാൻഡ് ഫോണിൻ്റെ റിംഗ് ടോൺ വലിയൊരു കരിവണ്ടിൻ്റെ മൂളലായി അവളുടെ കർണപ്പടം തുളച്ച് തലച്ചോറിലേക്ക് കയറി. ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടവൾ സ്റ്റഡി ടേബിളിലേക്ക് മുഖം അമർത്തി. നിർത്താതെയുള്ള ബെല്ലടി കേട്ടുകൊണ്ടാണ് അമ്മ തൊടിയിൽ നിന്നും ഓടിക്കിതച്ചു വന്നത്. കാലിൽ പുരണ്ട തൊടിയിലെ ചെളിമണ്ണ് അടുക്കളപ്പുറത്തെ ചണച്ചാക്കിൽ തുടച്ചുകൊണ്ട് ഫോണിനടുത്തേക്ക് ചെന്നതും അത് നിശബ്ദമായി. ആ, അത് കട്ടായി. ആരായിരുന്നു ആവോ? അനു, നീ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടില്ലേ? അച്ഛനും ഏട്ടനും ആവും. എത്ര ദൂരെ നിന്നാണ് അവർ വിളിക്കുന്നതെന്ന് അറിയുമോ? നിനക്കൊന്നും എടുത്തുകൂടെ? അച്ഛനും ചേട്ടനും ഒന്നും ആവില്ലമ്മേ, ഇത് ലോക്കൽ കോളാണ്. ഏതായാലും നിനക്കൊന്ന് എടുത്തുകൂടെ? പെണ്ണിൻ്റെ പഠിപ്പും വയസ്സും കൂടുന്നതിനനുസരിച്ച് ബുദ്ധിയില്ലാതായി വരികയാണല്ലോ എൻ്റെ ദൈവമേ. അമ്മയോടെല്ലാം തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ പറഞ്ഞാൽ അമ്മ ഒരിക്കലും വിശ്വസിക്കില്ല. അയാളെ അത്രയ്ക്ക് വിശ്വാസവും സ്നേഹവുമാണ് എല്ലാവർക്കും. ഏതു നേരവും പഠിക്കാനെന്നും പറഞ്ഞ് മുറിയിൽ വാതിലോടെ എന്നെ ഒന്ന് സഹായിക്കാൻ പോലും നിനക്ക് നേരെയില്ല. വാക്കുകൾ മുഴുവിപ്പിക്കും മുൻപേ വീണ്ടും ഫോൺ റിങ് ചെയ്തു. അമ്മ ഫോൺ എടുത്തു. സംസാരിക്കുമ്പോൾ അവൾ കാതുകൾ കൂർപ്പിച്ച് അടുത്തേക്ക് ചെന്നു. മറുതലയ്ക്ക് അപർണ ചേച്ചിയാണ്. ചേച്ചിയാണെന്നറിഞ്ഞപ്പോൾ തെല്ല ആശ്വാസം. എങ്കിലും മനസ്സറിയാതെ ഒന്ന് വിങ്ങിപ്പൊട്ടി. അപർണ ചേച്ചി ഒരു മകളെ പോലെ തന്നെ സ്നേഹിക്കുന്ന സ്വന്തം ചേച്ചി. താനും ചേച്ചിയും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പോൾ ചേച്ചിയെ കാണുമ്പോൾ, ഫോൺ വിളിക്കുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ളിൽ ഭയമാണ്. കൂടെ അയാളും കാണുമോ എന്ന ഭയം. കുറുക്കൻ്റെ കൗശലത്തോടുകൂടി ഇരയെ വീഴ്ത്താൻ നടക്കുന്ന മനുഷ്യമൃഗം. അയാളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് ഓക്കാനം വന്നു. അത്ര നീചനാണ് അയാൾ. ശരി അപർണ, ജോഷിയും വരുന്നുണ്ടല്ലോ അല്ലേ? ജോഷി. അമ്മയുടെ ഫോൺ സംഭാഷണത്തിനിടയിൽ കയറി വന്ന ആ പേര് അവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. ഈശ്വര, നേരം 5 മണിയായല്ലോ. ചേച്ചിയും അയാളും വരുന്ന കാര്യമാണല്ലോ അമ്മ പറയുന്നത്. അമ്മ സംസാരം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു. ചേച്ചിയാണ് വിളിച്ചത്. അവർ കുറച്ച് ദിവസം നിൽക്കാൻ ഇങ്ങോട്ട് വരുന്നുവെന്ന്. നീ എല്ലായിടും ഒന്ന് വൃത്തിയാക്കിക്കേ. അമ്മ, അവരെപ്പോഴാ പോവുക? ജോഷിയേട്ടനുണ്ടാവുമോ കൂടെ? ജോഷി ഇല്ലാതെ പിന്നെ അവരെങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്? പിന്നെ ഞാനെങ്ങനെ ചോദിക്കുക എന്നാ നിങ്ങൾ പോവാന്ന്? ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയിക്കോട്ടെ. അവർ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി നിൽക്കും? അവരുടെയും വീടല്ലേ. പിന്നെ നിന്റെ ഏട്ടൻ അച്ഛൻ്റെ കമ്പനിയിൽ ജോലി കിട്ടിപ്പോയേ പിന്നെ നമ്മൾ രണ്ടുപേരും തനിച്ചല്ലേ. ജോഷി പറഞ്ഞത്രേ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നോളാൻ. മാത്രമല്ല ചേച്ചിയോട് പറഞ്ഞത്രേ ഇങ്ങോട്ട് വരുന്ന കാര്യം അമ്മയെ വിളിച്ച് പറയേണ്ടെന്ന്. നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു കാണും. പാവം, നിന്റെ ചേച്ചിക്ക് കിട്ടിയ ഭാഗ്യമാണ് അവൻ. എന്തൊരു കരുതലാണ് നമ്മളുടെ കുടുംബത്തോട്. നിന്നോടും വലിയ കാര്യമാണ്. അവനെപ്പോലത്തെ ഒരു ഭർത്താവിനെ നിനക്കും കിട്ടിയാൽ മതിയായിരുന്നു. അമ്മയുടെ വാക്കുകൾ ചങ്കിൽ കുത്തി കയറുന്നത് പോലെയും ഭ്രാന്ത് പിടിക്കുന്നത് പോലെയും അവൾക്ക് തോന്നി. നല്ലവൻ. ഭാര്യയുടെ സ്വന്തം അനിയത്തിയെ തിരിച്ചറിയാത്തവനാണോ നല്ലവൻ? അവളുടെ ഓർമ്മകൾ 3 വർഷങ്ങൾ പിന്നിലേക്ക് പോയി. അതെ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരുന്നു ചേച്ചിയുടെ വീട്ടിൽ അയാളുടെ അനിയൻ്റെ കല്യാണത്തിനും പോയത്. അതിനു മുന്നേ തന്നെ ഇയാളുടെ നോട്ടത്തിലും സംസാരത്തിലും എന്തോ പന്തികേട് തോന്നിയിരുന്നു. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അന്നൊന്നും അത്രയ്ക്ക് കാര്യമാക്കിയില്ല. തൻ്റെ വെറും തോന്നലാവുമെന്ന് കരുതി. അനു വൈകിട്ട് പോയാൽ മതി. ഈ തിരക്കിനിടയിൽ കുട്ടികളുടെ കാര്യം നോക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അയ്യോ ചേച്ചി, എനിക്ക് കുറേ പഠിക്കാനുണ്ട്. ഞാൻ വൈകിട്ട് കാറിൽ കൊണ്ടാക്കി തരാം. അതുപോരെ അനു? ജോഷിയേട്ടൻ്റെ സപ്പോർട്ടും കൂടി ആയപ്പോൾ അമ്മയ്ക്കും സമ്മതം. കല്യാണം കഴിഞ്ഞ് അമ്മയും മറ്റുള്ളവരും വീട്ടിലേക്ക് പോന്നു. ചേച്ചിയുടെ നിർബന്ധം കൊണ്ട് അവർക്ക് അവിടെ നിൽക്കേണ്ടിയും വന്നു. വൈകുന്നേരം കൊണ്ടാക്കിത്തരാം എന്നുറപ്പോടെ. അങ്ങനെ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ തന്നെ അയാളുടെ കൂടെ കാറിൽ വരുമ്പോൾ ആദ്യമായി ഇരയെ കിട്ടിയ സന്തോഷം അയാളുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. നീ അങ്ങ് വളർന്നു പോയല്ലോ അനു. നിന്നെ ഇപ്പോൾ കണ്ടാൽ ആരും ഒന്ന് തൊടാൻ കൊതിക്കും. നല്ല പച്ച കരിമ്പ് പോലെ. ശരീരത്തിനും മനസ്സിനും വിറയൽ ബാധിച്ചു.
ബോധം മറിഞ്ഞു പോകുമോ? കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയാലോ എന്നൊരു നിമിഷം ചിന്തിച്ചു. കൂട്ടിലടയ്ക്കപ്പെട്ട മാൻപേടയെപ്പോലെ അവൾ അസ്വസ്ഥയായി. മനസ്സിൽ തങ്ങി നിന്ന ഭയം വെറുപ്പായി മാറി. അത്രയ്ക്ക് വെറുപ്പോടെ, ദേഷ്യത്തോടെ, പച്ചയായി തന്നെ അയാളുടെ ഓരോ വാക്കുകളും വീടെത്തും വരെയും അവൾ കേട്ടിരുന്നു. ഒരിക്കലും നിങ്ങൾ ഈ രീതിയിൽ എന്നോട് സംസാരിക്കുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ സ്വന്തം ഏട്ടനായിട്ട് ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. എന്നിൽ തെറ്റ് കണ്ടാൽ തിരുത്തി തരേണ്ട ആള്. എന്നിട്ടും നിങ്ങൾ എങ്ങനെ എന്നോട്? ഛേ, നിങ്ങളിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. അവൾക്ക് സങ്കടവും ദേഷ്യവും വെറുപ്പും ഒരുപോലെ വന്നു. വാക്കുകൾ മുഴുവൻ പറയാൻ കൂടി സങ്കടം കൊണ്ട് അവൾക്കായില്ല. ചങ്ക് നീറുന്ന പോലെ. അനു, ഒന്ന് നിന്നേ. വീട്ടുപടിക്കലെത്തി അകത്തേക്ക് കയറാൻ നേരം പിന്നിൽ നിന്ന് അയാൾ വിളിച്ചു. ഞാൻ പറഞ്ഞത് ഒരു തുടക്കം മാത്രം. ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. അതാ നിനക്ക് നല്ലത്. ആരെങ്കിലും അറിഞ്ഞ പിന്നെ നിന്റെ ചേച്ചിയും പിള്ളേരും ജീവനോടെ ഉണ്ടാവില്ല. അന്നത്തെ ആ വാക്കുകൾ പിന്നീട് എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലൊരു വല്ലാത്ത ഭയമായി കയറിക്കൂടി. നല്ലവണ്ണം പഠിച്ചിരുന്ന അവൾ എല്ലാത്തിലും പുറകിലായി. ടീച്ചേഴ്സ് ഒരുപാട് വഴക്കു പറഞ്ഞു. പക്ഷെ ആരോടും ഒന്നും പറഞ്ഞില്ല. പേടിയായിരുന്നു. വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് വാക്കുകൊണ്ടും നോട്ടം കൊണ്ടുമുള്ള ശല്യം. എന്തോ ഭാഗ്യത്തിന് ശരീരത്തിൽ തൊടാനുള്ള ഒരു അവസരവും അയാൾക്ക് കിട്ടിയില്ല. പക്ഷെ അതയാൾക്ക് പിന്നെ വാശിയായി, പകയായി. ഒരിക്കൽ കുളിമുറിയിൽ നിന്നിറങ്ങി വന്നപ്പോൾ അയാൾ പുറകെ കൂടി. അമ്മയും ചേച്ചിയും ആശുപത്രിയിൽ പോയ ദിവസമായിരുന്നു അന്ന്. മുറിയിലേക്ക് ഓടിക്കയറി വാതിലിൻ്റെ കുറ്റിയിട്ടു. ഈ ജോഷി ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നിറവേറാൻ എന്തും ചെയ്യും. പുറത്തുനിന്ന് അയാൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞുപോയെന്നാദ്യമായി. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. മനസ്സിലെ ഭാരം കൂടിക്കൂടി വരുന്നു. അങ്ങനെ +1 പഠിക്കുമ്പോൾ വീടിനടുത്തുള്ളതും എൻ്റെ മാത്രം സ്വന്തം കൂട്ടുകാരി മുംതാസിനോടെല്ലാം തുറന്നു പറഞ്ഞു. അതൊരു കണക്കിന് വലിയൊരു ആശ്വാസമായിരുന്നു. അവൾ വഴി അവരുടെ ഉമ്മയും അറിഞ്ഞു. ഒരു കണക്കിന് അതൊരു അനുഗ്രഹമായിരുന്നു. വേണ്ടാത്ത വാക്കുകൾ കൊണ്ട് ഒരു ഭാഗം തളർത്തുമ്പോൾ മറുഭാഗം സ്വന്തമായി കണ്ട് സ്നേഹിക്കാനും പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം തന്നു. മുംതാസുമ്മയും പിന്നീട് നിഴലായി, നിലാവായി അയാൾ വരുന്ന ദിവസങ്ങളിലെല്ലാം കൂടെ കാണും. ചെറുപ്പം മുതലേ ഒന്നിച്ച് ഓണവും പെരുന്നാളും ആഘോഷിക്കുന്ന കുടുംബങ്ങളായതുകൊണ്ട് ആർക്കും സംശയവും ഒന്നും തോന്നിയില്ല. ഡിഗ്രി ആദ്യ വർഷം തൊട്ടാണ് മനസ്സിൽ മുല്ലമൊട്ടുകൾ വിരിയാൻ തുടങ്ങിയത്. മുഖത്തെപ്പോഴെങ്കിലും പുഞ്ചിരി വിരിഞ്ഞു തുടങ്ങിയത്. കോളേജിലെ തന്നെ സീനിയർ ചേട്ടൻ അരുൺ. മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം അത് മാത്രമാണ്. കണ്ണടച്ചാൽ കാണുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പതുക്കെ അസ്തമിച്ചു തുടങ്ങിയത് അരുൺ ചേട്ടൻ വന്നതിൽ പിന്നെയാണ്. പലവട്ടം ആലോചിച്ചതാണ് അച്ഛനോടും ഏട്ടനോടും പറയണമെന്ന്. ചേച്ചിയെ ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് തോന്നി. എന്തായാലും ഇനി അച്ഛൻ നാട്ടിൽ വരുമ്പോൾ തന്നെ എല്ലാം പറയണം. എന്നും ഇങ്ങനെയൊരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് അയാളിൽ നിന്നും ഇത്രയും നാളും പിടിച്ചു നിന്നതെന്ന് പറഞ്ഞ് അവനെ കാണിച്ചു കൊടുക്കണമെന്നെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരുന്നു. നീ എന്താ ആലോചിക്കുന്നാനു? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? അമ്മേ, ഞാൻ രാത്രി തറവാട്ടിൽ പോയി നിന്നോട്ടെ. അച്ചമ്മയുടെ അടുത്ത്. അതിന് അച്ചമ്മ അവിടെ ഇല്ലല്ലോ. അമ്മായിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. നിന്നോട് പറഞ്ഞതാണല്ലോ പോകുന്ന കാര്യം. അച്ചമ്മ എന്നാ വരിക എന്ന് പറഞ്ഞോ? ഓ, നീ അവർ വരുന്നതാണോ ചിന്തിക്കുന്നത്? അവർക്ക് തോന്നുമ്പോൾ വന്നോളും. നീ ഞാൻ പറഞ്ഞത് ചെയ്യ് വേഗം. അവൾ നിന്ന് വിയർക്കാൻ തുടങ്ങി. ഇന്ന് തറവാട്ടിൽ ആരുമില്ലാന്നറിഞ്ഞിട്ടുള്ള വരവാണ്. അവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവുമല്ലോ. അയാൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത വരവാണ്. നിന്നെ ഉറക്കി കിടത്തിയായാലും ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റും. അങ്ങനെ നിന്നെയും എൻ്റെ ഭാര്യയാക്കും. അയാൾ അവസാനം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങൾ അവളെ ശ്വാസം മുട്ടിച്ചു. അമ്മയുടെ ശകാരങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിനിടയിലും മനസ്സു മുഴുവൻ വീട്ടിൽ നിന്നും രക്ഷപ്പെടുന്നതിനെക്കുറിച്ചായിരുന്നു. വീട്ടിലേക്കുള്ള മണ്ണിട്ട വഴിയിലൂടെ കറുത്ത അംബാസഡർ കാറ് മെല്ലെ വരുന്നുണ്ടായിരുന്നു. ജനലഴികൾക്കിടയിലൂടെ ആ കാഴ്ച കണ്ടവൾ ഓടി മുറിയിലേക്ക് കയറി. ഈശ്വര, ഞാനിനി എന്തു ചെയ്യും? ഏട്ടൻ ഗൾഫിൽ പോകുന്നതിന് മുൻപേ വന്നാൽ അവർ ഏട്ടൻ്റെ മുറിയിലാണ് കിടക്കുന്നത്. അമ്മയുടെ മുറിയിലാണ് ചേച്ചിയുടെ മക്കൾ കിടക്കുന്നത്. ഒരിക്കൽ രാത്രിയിൽ മക്കൾ ഉറങ്ങിയെന്ന് നോക്കാനെന്ന വ്യാജേന അയാൾ കയറി വന്നു. അതിൽ പിന്നെ ഏട്ടൻ്റെ റൂമിലേക്ക് കിടക്കൂ. ഏട്ടനില്ലാത്ത സമയം തറവാട്ടിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് മുങ്ങും. അവൾ ആകെ അസ്വസ്ഥയായി. ഇനി എന്തു ചെയ്യും?
മുറ്റത്ത് വന്നു നിന്ന കാറിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട മാത്രയിൽ മുറി തുറന്ന് അവൾ അടുക്കള വഴി മുംതാസിൻ്റെ വീട്ടിലേക്ക് ഓടി. എന്താ എന്താ അനു നീ ഓടിക്കത് നേരത്ത് വരുന്നത്? സന്ധ്യ ആയാൽ പുറത്തിറങ്ങാത്ത ആളാണല്ലോ. എടി, ഒരു പ്രശ്നമുണ്ട്. ചേച്ചി അയാളും വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം ഉണ്ടാകുമെന്ന്. എന്ത് ചെയ്യും? എനിക്ക് ഒരു രൂപവും ഇല്ല. നിനക്ക് കുറച്ച് ദിവസം തറവാട്ടിൽ പോയി നിന്നൂടെ? മുത്തശ്ശി അവിടെ ഇല്ല. ഞാൻ എവിടെ പോകും? അവൾ കരച്ചിലിൻ്റെ വക്കോളമെത്തി. നീ വിഷമിക്കാതെ, ഞാനും ഉമ്മയും കൂടി വീട്ടിലേക്ക് വരാം. എന്നിട്ട് പഠിക്കാനുണ്ട്. നിന്നെ കൂടെ വീട്ടിലേക്ക് വിടുമോ എന്ന് അമ്മയോട് ചോദിക്കാം. വിഷമിക്കേണ്ട, നീ ധൈര്യമായി പോയി അവരെ തല കാണിക്കേ. ആശ്വാസത്തോടെ അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചിയും അമ്മയും അടുക്കളയിൽ പണിയിലാണ്. നീ ഇതെവിടെ പോയതാനു? ഞങ്ങൾ വന്നിട്ട് കുറേ സമയമായി. ചേച്ചി, എക്സാം അടുത്ത് വരികയല്ലേ, കുറേ പഠിക്കാനുണ്ട്. ഞാനും മുംതാസും കൂടി റെക്കോർഡ് ബുക്ക് വരയ്ക്കായിരുന്നു. ഇന്ന് രാത്രി മുഴുവൻ ഇരുന്നാലേ ഈ ആഴ്ചയിൽ തീരുകയുള്ളൂ. ഞാൻ രാത്രി അവിടെ കിടക്കാൻ പോകുമേ. പഠിപ്പെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താണല്ലോ. നന്നായി പഠിച്ചിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ മാർക്കെങ്ങാനും കുറവാണെങ്കിൽ നിന്നെ പെട്ടെന്ന് കെട്ടിച്ചുവിടണമെന്ന് ജോഷിയേട്ടൻ പറയുന്നുണ്ട്. ചേച്ചിയുടെ ജോഷിയേട്ടൻ തന്നെയാണ് അതിന് കാരണമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ വാത്സല്യവും പുഞ്ചിരിയും കണ്ടപ്പോൾ അവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുംതാസും ഉമ്മയും എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. ഊണ് കഴിച്ചിട്ട് പോകാം മക്കളെ. വേണ്ടമ്മ, അവിടെ നല്ല കോഴി ബിരിയാണി വെച്ചിട്ടുണ്ട്. അനുവിനും കൂടി കണക്കാക്കിയാണ് വെച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചോളാം. എന്നാൽ വേഗം പോയിക്കോളൂ, ഇപ്പോൾ തന്നെ നല്ല ഇരുട്ടായി. എന്ത് ബിരിയാണിയാണോടി? എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ നേരത്തെ. വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ അനു മുംതാസിൻ്റെ ചെവിയിൽ ചോദിച്ചു. അല്ലടി, നല്ല പുളിയും മാങ്ങയും കിഴക്കൻ മുളകും ചെമ്മീനും കൂടി ഇട്ടരച്ച ചമ്മന്തിയുണ്ട്. പിന്നെ റേഷൻ അരിയുടെ ചോറും. അത് പോരയിടി നിനക്ക്? സമാധാനത്തോടെ കഴിക്കുന്ന ഒരു ഉരുളച്ചോറല്ലേ ബിരിയാണിയേക്കാൾ വലുത്. അനുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ മരിച്ചേനെ. എനിക്ക് നിന്റെ ചമ്മന്തിയും ചോറും മതി. വേഗം നടക്ക് പിള്ളേരെ, വീടെത്തിയിട്ട് മതി വർത്തമാനം പറച്ചിൽ, ഉമ്മ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അതൊരു ശീലമായി. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർക്കിടയിലേക്ക് ഞാനും കൂടിയാകുമ്പോൾ. ചേച്ചിയും അയാളും വന്നാൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല. എന്നിരുന്നാലും അവർ കഴിക്കുന്നതിൽ നിന്നും ഒരു പങ്ക് അനുവിനും കൂടി ഉള്ളതായിരുന്നു. ഒരിക്കൽ മുംതാസിൻ്റെ ഉപ്പ ചോദിക്കുക കൂടി ചെയ്തു. എന്താ മോളെ, വീട്ടിൽ പോത്തും കറിയും വെച്ചിട്ട് ഇവിടെ നിന്ന് കഞ്ഞിയും പയറും കഴിക്കുന്നേ? ചിലപ്പോഴൊക്കെ മുംതാസിൻ്റെ ഉമ്മയുടെ കണ്ണു നിറയുന്നത് കാണാം. അവൾ കാണാത്ത പോലെ നടിക്കും. അവളുടെ ഉള്ളവും അന്നേരം നീറിപ്പുകയുന്നത് അവൾക്ക് മാത്രമല്ലേ കാണാൻ പറ്റൂ. എല്ലാം ഉണ്ടായിട്ടും ഈ ഒരൊറ്റ കാരണത്താൽ മനസ്സ് കൈവിട്ട് ഒന്നിനും സന്തോഷം കണ്ടെത്താനാവാതെ നീറുന്ന ഒരു കൗമാരം. സ്വന്തം അമ്മ പോലും പറയാതെ മനസ്സിലാക്കിയെങ്കിൽ എന്ന് വെറുതെ മോഹിച്ചു. ആ ഇഷ്ടം കൂടെയുള്ളതിനാൽ ആവണം ഒന്നും മിണ്ടാതെ മൗനമായി എല്ലാം കേട്ട് കരഞ്ഞിരുന്ന അനു പിന്നീട് അങ്ങോട്ട് അയാളുടെ വാക്കുകളെ തിരിച്ചും ധൈര്യത്തോടെ തന്നെ പ്രതികരിക്കാനും തുടങ്ങി. ആ ഒരു മാറ്റം അയാളെ നല്ലോണം അസ്വസ്ഥയാക്കി. ആരായിരിക്കും ഇങ്ങനെയൊരു മാറ്റത്തിന് കാരണം എന്നയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾക്ക് വരുന്ന ഫോൺ കോളിൽ നിന്നും അയാളത് മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷെ എവിടെയുള്ള ആളാകും, ആരാവും എന്നത് ചോദ്യചിഹ്നം പോലെ കിടന്ന് അയാൾക്ക് കണ്ടെത്താനാവാതെ. ഒരിക്കൽ മുംതാസിൻ്റെ വീട്ടിൽ പോയ ദിവസം ഏകദേശം രാത്രി 10 മണിയോടുകൂടി ജോഷിച്ചേട്ടൻ അവിടേക്ക് കയറി വന്നു. മുംതാസിൻ്റെ ഉപ്പയാണ് വാതിൽ തുറന്നത്. നോക്കുമ്പോൾ ജോഷിച്ചേട്ടൻ. എന്താണ് ജോഷി ഈ നേരത്ത്? ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു മരണ വീട്ടിൽ പോവുകയാണ് ബൂക്ക. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അനുവിനെ കൊണ്ടുപോകാനാണ് വന്നത്. അനു, വേഗം ചെല്ല്, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. ചേച്ചിയും ചേട്ടനും ഒരു മരണ വീട്ടിൽ പോവുകയാണെന്ന്. അവൾക്ക് വിശ്വാസമില്ലായിരുന്നു. മുംതാസിൻ്റെ ഉപ്പയുടെ മുന്നിൽ വച്ച് എങ്ങനെ പോകില്ലെന്ന് പറയും. ഭയത്തോടു കൂടിയാണെങ്കിലും അയാൾക്ക് പുറകെ അവളും നടന്നു. മുംതാസിൻ്റെ വീട്ടിൽ നിന്നും 2 പറമ്പ് അപ്പുറമാണ് തൻ്റെ വീട്. വഴിയിൽ ആളോ അനക്കമോ വെളിച്ചമോ ഒന്നുമില്ല. അല്പദൂരം നടന്നപ്പോഴേക്കും അയാളുടെ തരം മാറി തുടങ്ങി. അനു, ഏതവനാണ് നിന്റെ മനസ്സിൽ കൂടിയിരിക്കുന്നത്? ആരായാലും മറന്നേക്കൂ. നിങ്ങളെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് കിട്ടാത്തത് വേറെ ആരും അനുഭവിക്കണ്ട, കേട്ടോടി. അയാൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചത് പെട്ടെന്നായിരുന്നു. അലറി വിളിക്കാൻ പോയ അവളുടെ വായ പൊത്തിപ്പിടിച്ച് കാട് പിടിച്ച് പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അനു സർവ്വശക്തിയും എടുത്ത് കുതിര മാറാൻ ശ്രമിച്ചു. അയാളുടെ കൈക്കരത്തിനു മുൻപിൽ അവൾ വാടിയ ചേമ്പിൻ തണ്ട് പോലെ തളർന്നുപോയി. ശ്വാസം ലഭിക്കാതെ
കണ്ണുകൾ മേൽപോട്ടു മറഞ്ഞു. അവൾ തളർന്നത് അയാൾ സന്തോഷിച്ചു. ഞാനിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ബലപ്രയോഗം വേണ്ട എന്ന് വെച്ചപ്പോൾ നിനക്ക് വല്ലാത്ത ഗമ. ഇപ്പം മനസ്സിലായൂടി ഈ ജോഷി ആരാണെന്ന്. അയാൾ കാട്ടുമൃഗത്തെ പോലെ അവളുടെ വസ്ത്രത്തെ പിടിച്ചതും പുറകിൽ നിന്നും ശക്തമായ ചവിട്ടേറ്റ് തെറിച്ചു വീണു. ആരാണ് തന്നെ പുറകിൽ ചവിട്ടിയതെന്ന് മനസ്സിലാവാതെ ഭയന്ന് ചുറ്റും നോക്കിയപ്പോൾ തേങ്ങ വെട്ടുന്ന മടവാ കത്തി കഴുത്തിൽ വന്ന് ചേർന്നിരുന്നു. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ലേ? ഭയന്ന് വിറച്ചയാൾ തിരിഞ്ഞു നോക്കി. മുംതാസിൻ്റെ ഉപ്പ അബ്ദു. എനിക്ക് നിന്നെ പണ്ടേ സംശയമുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയും മകളും എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഈ സാഹസത്തിന് മുതിരില്ലായിരുന്നു. ഞാനും ഇവളുടെ അച്ഛൻ ഗോപിയും ചെങ്ങാതിമാരാ. എന്തിനും ഞങ്ങൾ ഒറ്റക്കെട്ടാ. എൻ്റെ കൂടെ മോളാ അവള്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒന്നിനെ നീ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം നിന്നെ ജീവനോടെ വിടുന്നത്. ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടുപോകരുത്. പറഞ്ഞേക്കാം. നീ വേഗം പോയിക്കോ. ഇവളെ ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടോളാം. വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകരുത്, കേട്ടല്ലോ? തളർന്ന അവശയായ അനു എഴുന്നേറ്റ്. അവളുടെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖത്തേക്ക് അവൾ കാർക്കിച്ചു തുപ്പി. പ്രതികരിക്കാനാവാതെ ജോഷി അവിടെ നിന്നും പോയി. ഇരുട്ടിലേക്ക് മറയുന്ന അയാളെ അവൾ കത്തുന്ന കണ്ണുകളോടെ നോക്കി നിന്നു. അനുമോളിത് തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി സമാധാനിക്കാം. ഞാൻ ഒരു വഴി കൂടെ കണ്ടിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അയാളുടെ ശല്യം ഉണ്ടാവില്ല. ഈ നാട്ടിലിനി അയാളെ കാലുകുത്തില്ല. അബ്ദു അനുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പേടിയുണ്ടായിട്ടല്ല പാപ്പ. ചേച്ചിയുടെ ജീവിതം നശിച്ചു കാണേണ്ടെന്ന് കരുതിയാണ് എല്ലാം ഒളിപ്പിച്ചു വെച്ചത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മോളിത് വീട്ടിൽ പറയണം. ചേച്ചിയുടെ വഴി ചേച്ചി തന്നെ തീരുമാനിക്കട്ടെ. അച്ഛനോട് എന്തായാലും ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വേണ്ട പാപ്പ, തൽക്കാലം അച്ഛനിതിപ്പോൾ അറിയണ്ട. ഗൾഫിൽ കിടന്ന് നെഞ്ചുപൊട്ടി മരിച്ചു പോകും. നാട്ടിൽ വരുമ്പോൾ എനിക്ക് വേറെയും ചിലത് പറയാനുണ്ട്. അച്ഛൻ മാത്രം അറിയേണ്ട ചില സത്യങ്ങൾ. വീട്ടിലെത്തിയ അവൾ അന്ന് സമാധാനമായി കിടന്നുറങ്ങി. ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കോളേജ് ഉണ്ടായിരുന്നില്ല. കോളേജ് തുറന്ന് ആദ്യ ദിവസം തന്നെ കൂട്ടുകാരോടൊത്ത് ഐസ്ക്രീം പാർലറിൽ കയറി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കടയിലേക്ക് അയാൾ കയറി വന്നു. ആ, ആരത്? അനുമോളോ? ഇതൊക്കെ ആരാ? കൂട്ടുകാരികളാണോ? പെട്ടെന്നുള്ള അയാളുടെ കൂസലില്ലാത്ത കടന്നുവരവും സംസാരവും അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അയാൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ മുന്നിൽ വരാൻ ധൈര്യം ഉണ്ടാവില്ല എന്നാണ് കരുതിയിരുന്നത്. കൂട്ടുകാരുടെ മുന്നിൽ വെച്ചായിരുന്നതുകൊണ്ട് തർക്കിക്കാനും പറ്റിയില്ല. എന്താ അനുമോൾ ആലോചിക്കുന്നത്? ചേച്ചിയും പിള്ളേരും താഴെ കാറിലുണ്ട്. ഞാനിവിടുത്തെ മാനേജറെ കാണാൻ വന്നതാ, ഒരു ബിസിനസ് ആവശ്യത്തിന്. അനു പാർലറിലെ ചില്ലിട്ട ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. താഴെ കറുത്ത അംബാസിഡർ കാർ കിടക്കുന്നുണ്ട്. ഡി, ഞാൻ ചേച്ചിയെ കണ്ടിട്ട് വരാം. അവൾ കൂട്ടുകാരികളോട് പറഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു. അയാൾ ക്രൂരമായ പുഞ്ചിരിയോടെ അവൾക്ക് പുറകെ നടന്നു. എടി, നിൽക്കടി അവിടെ. കാറിൽ നിന്റെ ചേച്ചിയും പിള്ളേരും ഒന്നുമില്ല. നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ ഞാൻ ഇറക്കിയ നമ്പറാണത്. നീ എന്നെ തല്ലിക്കുമല്ലേ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ ആരുടെ കൂടെ അഴിഞ്ഞാടാനാണ് ക്ലാസ്സിൽ കയറാതെ ഇവിടെ കറങ്ങി നടക്കുന്നത്? ഞാൻ ആരുടെ കൂടെയും കറങ്ങി നടക്കുന്നില്ല. എനിക്കൊരാളെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഞാൻ എവിടെയും കറങ്ങി നടക്കുന്നൊന്നുമില്ല. ഞാൻ നല്ല ഒന്നാന്തരം തറവാട്ടിൽ പിറന്നവളാ. എൻ്റെ അച്ഛനെ പറ്റിയ തെറ്റാണ് ചേച്ചിയെ നിങ്ങളെപ്പോലെ ഒരാൾക്ക് വിവാഹം കഴിച്ചു തന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഇവിടെ രണ്ടു കാലിൽ നിൽക്കുന്നത്. നീ പോടി അവിടുന്ന്. എള്ളു മൂക്കാത്ത വെറും പെണ്ണാണ് നീ. നിന്റെ കൂട്ടുകാരുടെ വാപ്പ എനിക്ക് തന്ന സമ്മാനം നേരെ നിന്റെ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം അവൾക്ക് നടുവിന് നീരായിരുന്നു. അണപ്പലൊരെണ്ണം പോയിട്ടുണ്ട്. അവൾ ഫോൺ വിളിച്ചൊന്നും പറഞ്ഞില്ലേ? അത് കേട്ടതും അനുവിൻ്റെ നെഞ്ചിൽ തീയാളി. നീ ഇവിടെ തന്നെ കാണും. ഞാനും ഇവിടെ തന്നെ കാണും. നിന്നെ ഞാൻ ഒരിക്കലും എടുക്കുവോടി. നീ കാത്തിരുന്നോ. ഇതിൻ്റെ വാശിയാണെന്ന് കൂട്ടിക്കോ. നിനക്ക് എവിടുന്ന് വന്നടി ഇത്രയും തൻ്റെ ഇടം? എനിക്കറിയാം ഏതോ ഒരുത്തനുണ്ടെന്ന്. അവനും വെച്ചിട്ടുണ്ട്. ഇനി അവനെ കാണുമ്പോൾ പറഞ്ഞേക്കാം. വേറെ എന്തെങ്കിലും പറയണോ? എന്തായാലും നിന്റെ ആഗ്രഹം നടക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം. അച്ഛൻ എന്നെയല്ല നിനക്ക് കല്യാണം കഴിച്ചു തന്നത് എൻ്റെ ചേച്ചിയാണ്. അതെപ്പോഴും ഓർമ്മയുള്ളത് നന്നായിരിക്കും. പിന്നെ എൻ്റെ പിന്നാലെ വാല് പോലെ നടക്കുന്നതിന് പകരം കെട്ടികളുടെ പിന്നാലെ നടക്കാൻ നോക്ക്. അവളെ ഇനി നീ നോവിച്ചു എന്നറിഞ്ഞ 2 കാലിൽ നീ നടക്കില്ലടാ. അപ്പോൾ പോട്ടെ. അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ മുംതാസ് പിറകിൽ നിന്നും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എടി അനു, നീ തന്നെയാണോ ഇത്? ഇങ്ങനെയൊക്കെ നീ സംസാരിക്കണമെന്ന് പേടി മാറ്റി ഒരുപാട് മാറണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. എന്തായാലും അത് നടന്നു.
ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ഉപ്പായ്ക്കും നിന്റെ കാമുകൻ അരുണുമാണ് കേട്ടോ. ഞാൻ മിസ്സടിക്കട്ടെ, അവൻ വിളിക്കും. എനിക്കിപ്പോൾ തന്നെ ഇതൊക്കെ അവനോട് പറയണം. അതൊന്നും വേണ്ട. പിന്നെ അനുഭവത്തിൽ നിന്നല്ലേടി ഓരോന്നും പഠിക്കുന്നത്. അവർക്ക് മാത്രമല്ല ക്രെഡിറ്റ്, നിനക്കുമില്ലേ. ഞാൻ നിങ്ങളെ ഒന്നും ഒരിക്കലും മറക്കില്ലടി. പഠിച്ചൊരു ജോലി വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ നടക്കുമെന്നറിയില്ല. ബുക്കെടുത്ത് പഠിക്കാനിരുന്ന മൈൻഡ് മാറിപ്പോവാടി. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് നല്ലോണം പേടിയുണ്ട്. ഓ, നീ അത് വിട്ടേ. ഇത് തുടങ്ങിയിട്ട് 3 വർഷം ആയില്ലേ. ഇതിനിടയിൽ +2 തരക്കേടില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനേനി? അങ്ങനെ തന്നെ മുന്നോട്ട് പോയി ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. പിന്നെ ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്നേ. അതൊക്കെ ശരിയാവും. നീ വന്നേ, നമുക്ക് വിളിക്കാം. അരുണിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. വേണ്ടടാ, ഈ നേരം അവൻ തിരക്കിലാകും. കോളേജ് യൂണിയൻ ചെയർമാനല്ലേ, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മളൊരാളെ സ്നേഹിക്കുന്നുവെന്ന് കരുതി അവരുടെ ഇഷ്ടങ്ങളിലും പ്രവൃത്തികളിലും ഇടപെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മോശമല്ലേ? അതൊക്കെ ശരി തന്നെ. ഇവിടെ സീനാവുമെന്ന് കരുതി ജോഷി ചേട്ടൻ വന്ന കാര്യം ഞാൻ അരുണിനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ വരണ്ടെന്ന് പറയാം. അയ്യോ വേണ്ട, വന്നോട്ടെ. എനിക്ക് കുറച്ചു നേരം കാണാമല്ലോ. അയ്യടാ, പെണ്ണിൻ്റെ പൂതി കണ്ടില്ലേ? അനുവിൻ്റെ നാണം വിരിഞ്ഞ കവിളിൽ മെല്ലെ നുള്ളിക്കൊണ്ടവൾ പറഞ്ഞു. സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ കൂട്ടുകാരൻ്റെ ബൈക്കിൽ അരുൺ പാർലറിൻ്റെ മുന്നിലെത്തി. കുറ്റിത്താടി വെച്ച മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞിരുന്നു. അനുവിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന ഭയം അവൻ്റെ മുഖത്ത് കാണാമായിരുന്നു. പേടിക്കേണ്ട സുഹൃത്തെ, അയാൾ പോയി. മുംതാസ് വിളിച്ചപ്പോൾ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. പിന്നെ പെട്ടെന്ന് ശംഭുവിൻ്റെ ബൈക്ക് മേടിച്ച് ഇങ്ങ് പോരുകയായിരുന്നു. അയാൾ പ്രശ്നം വല്ലതുണ്ടാക്കിയോ? അയാൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. പക്ഷെ ചേച്ചിയെ അയാൾ ഉപദ്രവിച്ചു. അയാൾക്കുള്ള പണി കൊടുക്കണം. അതൊക്കെ നമുക്ക് ആലോചിക്കാം. പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് 2 പേരും വീട്ടിൽ പോകാൻ നോക്കിയേ. കുറച്ചുകൂടി കഴിഞ്ഞ ബസ്സിൽ നല്ല തിരക്കായിരിക്കും. ഞാൻ പോകട്ടെ, മീറ്റിംഗ് കഴിയാറായി കാണും. അരുൺ 2 പേർക്കും ടാറ്റ കൊടുത്ത് ബൈക്കും എടുത്ത് തിരിച്ചുപോയി. ഇയാൾ എന്ത് കാമുകനാണു? ഒട്ടും റൊമാൻറ്റിക് അല്ല. അല്ലെങ്കിൽ ഒരു ചായയെങ്കിലും ഒന്നിച്ചിരുന്ന് കഴിച്ചുകൂടെ നിങ്ങൾക്ക്? ഓ, അത്ര റൊമാൻസൊക്കെ മതി. ഒരാളുടെ റൊമാൻസ് കാരണം ജീവിതം തന്നെ വഴിമുട്ടി നിലയിലാണ്. വന്നേ, 4:30 ജയലക്ഷ്മി പോകും. അനു മുംതാസിൻ്റെ കൈയും പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അമ്മ, ഈ അനു എന്താ ഏത് സമയം മുംതാസിൻ്റെ വീട്ടിൽ? ഇപ്പോൾ രാത്രിയായാലും അവിടെ തന്നെയാണല്ലോ. അവർ 2 പേരും നല്ല കൂട്ടാണ്. ഒരുമിച്ചല്ലേ പഠിക്കുന്നത്. നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. തറവാട്ടിൽ നിന്നും ഇവിടേക്ക് താമസം മാറിയതിൽ പിന്നെ അനുവിന് കൂട്ട് അവളായിരുന്നു. 2 പേരും വേറെ വേറെ സ്കൂളിലല്ലേ പഠിച്ചത്. പിന്നെ +1 മുതൽ അവർ ഒരേ ക്ലാസ്സിലായി. വന്നാൽ ഗംഭീര ചർച്ചയായിരിക്കും. അനു നന്നായി പഠിക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയാറില്ല. എന്നാലും രാത്രിയിൽ ഇവിടെ നിന്നൂടെ? എന്തിനാ മറ്റൊരു വീട്ടിൽ പോയി കിടക്കുന്നത്? നിങ്ങളില്ലാത്തപ്പോൾ അവൾ ഇവിടെ തന്നെയാണ് കിടക്കാറ്. ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവൾ അങ്ങോട്ട് പോകുന്നത്. എന്നാലും അമ്മ, അവളൊരു പെൺകുട്ടിയല്ലേ. രാത്രിയിൽ ഇങ്ങനെ പോവാണോ? അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോഷിയേട്ടനും ഈ കാര്യം സൂചിപ്പിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതിനെന്താ എനിക്ക്? അതൊരു തെറ്റായ ബന്ധമാണെന്ന് തോന്നിയിട്ടില്ല. അവർക്ക് കാശിനെ കുറവുള്ളൂ. സ്വഭാവം നല്ലതാണ് മോളെ. എന്താ അമ്മ ഇവിടെ ഒരു ചർച്ച? ഞാൻ കേട്ടായിരുന്നു. ഞാനാണോ വിഷയം? കേട്ടത് നന്നായി. ഇനിയൊന്നും പറയണ്ടല്ലോ. കോളേജ് വിട്ട് നീ ഇപ്പോഴാണോ വീട്ടിലേക്ക് വരുന്നേ? ജോഷി ചേട്ടൻ നിന്നെ കൂട്ടുകാരുടെ കൂടെ കണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾക്കിഷ്ടമല്ല നീ എപ്പോഴും ആ വീട്ടിലേക്ക് പോകുന്നത്. അതെന്താ പോയാ? അവർ പാവങ്ങളായോണ്ടാണോ? പിന്നെ ആരെയും ഞങ്ങൾ? അമ്മയ്ക്കും അച്ഛനും ഏട്ടനും അറിയാം ഞാൻ അവിടെ പോകുന്നതും വരുന്നതും. എന്നെ ഇതുവരെ ആരും തടഞ്ഞിട്ടില്ലല്ലോ. എനിക്കും എൻ്റെ ഭർത്താവിനും ഇഷ്ടമല്ല. ഞാനെന്തിനാ നിങ്ങളുടെ ഇഷ്ടം നോക്കുന്നേ? ചേച്ചി പോയി ആ ഭർത്താവിൻ്റെ കാര്യം നോക്ക്. എൻ്റെ കാര്യം നോക്കണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. അമ്മേ, ഇവളുടെ അഹങ്കാരം കണ്ടോ? അനു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പുറത്തേക്ക് പോയേ. അമ്മയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. അനു ദേഷ്യവും സങ്കടവും സഹിക്കു വയ്യാതെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അവൾ പോയി. നീ ഇനിയൊന്നും പറയണ്ട. അമ്മയ്ക്കറിയോ, അവൾ ഏതോ ഒരു ചെക്കനുമായി അടുപ്പത്തിലാണ്. ഏട്ടനോട് ആരോ പറഞ്ഞു അത്രേ. അമ്മയൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അച്ഛനെ മറന്ന് അവളൊരു അവിവേകവും കാണിക്കില്ല. അച്ഛനിപ്പോൾ പോയതല്ലേ ഉള്ളൂ. ഇനി വരാൻ 1.5 വർഷം എടുക്കും. ഇതിനുള്ളിൽ അമ്മ അവളെ നല്ലോണം ശ്രദ്ധിച്ചു. ഇപ്പോൾ കോളേജിലുമല്ലേ, അതിൻ്റെയാണ്. ഇതൊക്കെ ജോഷിയേട്ടൻ്റെ കൂടെ വാക്കാണ് അമ്മയോട് പറയാൻ പറഞ്ഞു. അനു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, ഇയാൾ എന്തിനുള്ള പുറപ്പാടാണ്? ഈ കാര്യങ്ങൾ അച്ഛനോട് വിളിച്ചു പറഞ്ഞാൽ അതോടെ പഠിപ്പ് നിർത്തും. ഞാൻ അയാളെപ്പറ്റി പറഞ്ഞാൽ
ഇവർ ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് നല്ല മരുമോനാണിവിടെ. എനിക്കല്ലേ അറിയും ആ ദുഷ്ടൻ്റെ കയ്യിലിരിപ്പ്. ചേച്ചിയുടെ വാക്കുകൾ മനസ്സിൽ സംശയത്തിൻ്റെ മുള പൊട്ടിയിരുന്നു. പിന്നീട് അങ്ങോട്ട് പെരുമാറ്റത്തിൽ നിന്നും അതവൾക്ക് മനസ്സിലായിരുന്നു. ഒരു ദിവസം കോളേജ് വിട്ട് വന്നപ്പോൾ വീട്ടിൽ വലിയ ചർച്ച നടക്കുകയാണ്. ചേച്ചിയും അയാളും വന്നിട്ടുണ്ട്. അമ്മയുടെ മുഖം കരഞ്ഞു വീർത്തിട്ടുണ്ട്. കോളേജ് കഴിഞ്ഞ് വന്നോ? അച്ഛൻ നാളെ വരുന്നുണ്ട്. നിന്റെ പഠിപ്പൊക്കെ നിർത്തിക്കോ. കണ്ടവന്മാരെ പ്രേമിച്ച് നടക്കാനല്ലേടി നീ ഇവിടുന്ന് ഉടുത്തൊരുങ്ങി പോകുന്നത്. നിന്നോട് ചോദിക്കാതെ നിന്റെ കല്യാണം ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ചേച്ചി അമ്മ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്തു എന്നാ? നിനക്കൊന്നും മനസ്സിലാവില്ല. നിനക്ക് എന്തെങ്കിലും കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഇതുവരെ? എന്നിട്ടും നീ ഇന്നലെ കണ്ട ഒരുത്തിനു വേണ്ടി ഞങ്ങളെ വിട്ട് പോവല്ലേ? ഇത്രയ്ക്ക് വളർന്നു എൻ്റെ മോളെ. പറയടി, ആരാവൻ? അമ്മ ഒരുപാട് അടിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. അച്ഛൻ വരട്ടെ എന്നിട്ടേ പറയൂ എന്നുള്ള വാശിയായിരുന്നു. ഇത്രയും കാലം എൻ്റെ മനസ്സറിയാൻ അമ്മയ്ക്കായില്ലല്ലോ. അരങ്ങത്ത് നിന്ന് എല്ലാവരും പോയപ്പോൾ അവളും അയാളും മാത്രമായി. എങ്ങനെയുണ്ടടി എൻ്റെ പെർഫോമൻസ്? ഞാനാടി എല്ലാവരെയും പിരികേറ്റിപ്പിച്ചത്. നീയും അവനും അങ്ങനെ ഒന്നാവണ്ട. എനിക്ക് കിട്ടാത്തത് അവനും കിട്ടണ്ട. നിങ്ങൾ ഒളിച്ചോടിപ്പോവാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. നീ ഇനി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. വെറുതെ ഒന്നിനും മെനക്കെടേണ്ട. അവനെ മറന്നേക്ക്. ഇടയ്ക്ക് എൻ്റെ കാര്യം ഓർക്കണേ. അയാളുടെ പരിഹാസച്ചിരി കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവൾ റൂമിൽ കയറി കഥകടച്ച് കുറേ നേരം കരഞ്ഞു. എത്ര പെട്ടെന്നാണ് എല്ലാം തകിടം പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ അവനെ അറിയിക്കും? ഇനി ആര് വിളിച്ചാലും സംസാരിക്കാൻ സമ്മതിക്കില്ല. മോളെ, വാതിൽ തുറന്നേ. അച്ചമ്മയാ വിളിക്കുന്നേ. എന്താ കുട്ടിയെ സന്ധ്യാസമയത്ത് നീ കിടക്കുന്നേ? പഠിക്കാൻ പോയി വന്നിട്ട് ഉടുപ്പ് മാറ്റിയിട്ട് കുളിച്ചില്ലേ? അച്ചമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് തെല്ല ആശ്വാസമായി. എഴുന്നേറ്റ് വാതിൽ തുറന്നു. നിന്റെ അമ്മ പറഞ്ഞതൊക്കെ ശരിയാണോ? എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അച്ചമ്മയ്ക്കറിയാം. വിളക്കി വെക്കാറായി. പോയി കുളിച്ചിട്ട് വായോ. ഞാൻ എപ്പോഴേക്കും കഴിക്കാനെടുക്കാം. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ രാത്രി ഇവിടെ നിൽക്കാമോ? കുളി കഴിഞ്ഞ് വരൂ, എന്നിട്ട് സംസാരിക്കാം. ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. തണുത്ത വെള്ളം തലയിൽ കൂടി ഒഴുകുമ്പോഴും മനസ്സിൽ നീറ്റലായിരുന്നു. ഒരിക്കൽ പോലും അമ്മ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഇന്ന് അയാളുടെ വാക്ക് കേട്ട് നോവിച്ചു. ഇത്രയേ ഉള്ളൂ അമ്മയ്ക്ക് എന്നോടുള്ള വിശ്വാസം. ഇനി വൈകിക്കൂടാ. ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ അവനെയും നഷ്ടപ്പെടും. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇനി വയ്യ. ഇന്നെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവണം. എൻ്റെ ഇഷ്ടത്തെ മുറുകെ പിടിക്കണം, സ്വന്തമാക്കണം. അയാളുടെ മോശം സ്വഭാവം ഇനിയെങ്കിലും എല്ലാവരും അറിയണം. മോളുടെ കുളി കഴിഞ്ഞെങ്കിൽ വന്ന് കഴിക്കുക. നിനക്കിഷ്ടമുള്ളത് തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത്. വാഴപ്പിണ്ടിയും ചെറുപയറും കൂട്ടിവെച്ച മെഴുകു വരട്ടിയും ചൂടുള്ള പൊടിയരി കഞ്ഞിയും കുടിച്ചു. കിടക്കാൻ നേരം മുത്തശ്ശി നെറ്റിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താ കുട്ടി പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതിനു മുന്നേ നിന്റെ അമ്മ പറയുന്നത് സത്യമാണോ എന്ന് പറയണം. ഇല്ല എന്നാണ് അച്ഛമ്മയുടെ വിശ്വാസം. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അവൾ 14 വയസ്സ് മുതൽ അനുഭവിക്കുന്ന മാനസിക ശാരീരിക സംഘർഷങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചതല്ല. ചില രാത്രികളിൽ വിശപ്പിൻ്റെ വില അറിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വൃദ്ധയുടെ മനസ്സ് തേങ്ങുന്നുണ്ടായിരുന്നു. ഒന്നും വിശ്വസിക്കാനാവാതെ. എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് എത്ര നാളും പിടിച്ചു നിന്നു അല്ലേ? എന്നോടെങ്കിലും എല്ലാം തുറന്ന് പറയാറുന്നില്ലേ? അച്ഛമ്മ ഇതെല്ലാം അച്ഛനോട് പറയണം. പിന്നെ ഇതൊന്നും ചേച്ചി അറിയണ്ട. ആ പാവം അങ്ങനെ ജീവിച്ചോട്ടെ. എൻ്റെ ഇഷ്ടത്തെ കണ്ടില്ലെന്നടിച്ച് ഉപേക്ഷിക്കാൻ മാത്രം പറയരുത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഇനി പിരിയാൻ വയ്യ. മോൾ ഉറങ്ങിക്കോ. നിന്റെ അച്ഛനോട് ഞാൻ സംസാരിക്കാം. എന്നിരുന്നാലും അവർക്കുറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഈ കുട്ടി ഇത്രയും നാൾ കളിച്ചു ചിരിച്ച് നടന്നത് ഉള്ളിൽ ഇങ്ങനൊരു കാര്യം വെച്ചുകൊണ്ടായിരുന്നോ? എന്തായാലും ദൈവം കാത്തു. ഒന്നും സംഭവിച്ചില്ലല്ലോ. പിറ്റേന്ന് അച്ഛൻ വന്നപ്പോൾ ജോഷി ചേട്ടനും ചേച്ചിയുമാണ് എയർപോർട്ടിലേക്ക് കാറുമായി പോയത്. അയാൾക്ക് പറ്റുന്നത്രയും അച്ഛനെ പിരികേറ്റിക്കൊണ്ടിരുന്നു. അയാളുടെ വാക്കുകൾ വിശ്വസിച്ച് ചേച്ചിയും. എല്ലാം കഴിഞ്ഞ് അച്ഛൻ സ്വതന്ത്രനായി വിശ്രമിക്കുന്ന സമയത്ത് മകനെയും മരുമകളെയും വിളിച്ച് ആ അമ്മ കാര്യങ്ങളെല്ലാം വിശദമാക്കി കൊടുത്തു. സ്വന്തം ചേച്ചിയുടെ ജീവിതം തകരരുതെന്ന് കരുതി മാത്രമാണ് അവളിങ്ങനെ ഒക്കെ ചെയ്തത്. ഇതൊക്കെയാണ് മോനെ സത്യം. അല്ലാതെ ആ തെമ്മാടി പറയുന്നതല്ല. എൻ്റെ കുട്ടി ആരോടും പറയാതെ പോകുമൊന്നുമില്ല. പേടികൊണ്ടാണ് ഇതൊന്നും ആരോടും പറയാതിരുന്നത്. കുഞ്ഞു മനസ്സല്ലേ, അത്രയ്ക്കുള്ള വിവരമേ കാണൂ. പിന്നെ നീ ഒരു അമ്മയല്ലേ ദേവി? ഇവൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക്
നീയല്ലേ എല്ലാം നോക്കേണ്ടത്. നിന്റെ മോളല്ലേ. അവളുടെ മനസ്സ് പറയാതെ തന്നെ നിനക്ക് മനസ്സിലാവണം. നീ മനസ്സിലാക്കണം. ഇന്നത്തെ കാലം അത്രയ്ക്ക് മോശമാണ്. പെൺകുട്ടികൾക്ക് 3 കണ്ണാണ് വേണ്ടത്. 2 അവൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ദൈവം ജന്മനാ കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ കണ്ണ് അവരുടെ അമ്മമാരുടെയാണ്. എത്ര തിരക്കായാലും അവരുടെ മേൽ അമ്മമാരുടെ ഒരു കണ്ണ് വേണമെന്ന് ഞങ്ങൾ പഴമക്കാർ പറയാറുണ്ട്. നിന്റെ ഭർത്താവ് എൻ്റെ മോൻ കുഞ്ഞായിരിക്കുമ്പോൾ ഇവനെയും കൊണ്ടാണ് പാടത്ത് ഞാറ് നടാനും കള പറിക്കാനും പോവുക. വരമ്പത്തോ മരച്ചുവട്ടിലോ ഇരുത്തി പണിക്കിറങ്ങിയാലും എപ്പോഴും ഇവൻ്റെയും അനിയത്തിയുടെയും മേൽ അന്ന് ശ്രദ്ധയുണ്ടായിരുന്നു. അമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു വാക്കുപോലും എന്നോട് അവൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ കുറ്റപ്പെടുത്തുവോ? ചേർത്ത് നിർത്തില്ലേ? ഞാൻ എന്തൊരമ്മയാണ്. ഒന്നും പറയാതെ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇതൊന്നും അറിയാതെ എത്രയോ അടിച്ചു കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി. അതൊക്കെ മറന്നേക്കൂ. ഇനി എന്തായാലും അവളുടെ ഇഷ്ടം നടത്തി കൊടുത്തേക്ക്. പിന്നെ അവൻ്റെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? ഇത്രയും നാൾ നമ്മളെ എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് നടക്കുകയായിരുന്നു. അവൻ്റെ കാര്യം നിയമത്തിന് വിട്ടുകൊടുക്കാം. ഇങ്ങനെയുള്ളവരെ വെറുതെ വിട്ട അവരൊന്നും നന്നാവാൻ പോണില്ല. കുറച്ച് ദിവസം അകത്ത് വിടുന്നാൽ പഠിക്കുമായിരിക്കും. പിന്നെ ഇതൊക്കെ അബ്ദു എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ലീവ് എടുത്ത് ഞാൻ പെട്ടെന്ന് വന്നത്. അല്ലാതെ അവൻ്റെ വാക്ക് കേട്ടുകൊണ്ടല്ല. ഇങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തേക്ക് കയറി വന്നല്ലോ ഈശ്വര. അച്ഛാ, അത് നന്നായി. ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാ കഥകൾ പറഞ്ഞും സ്നേഹം നടിച്ചും എന്നെ ഒരുപാട് പറ്റിച്ചു അയാൾ. എനിക്ക് വേണ്ടച്ച അങ്ങനെ ഒരുത്തനെ. ഇത്രയും നാൾ ഞാൻ അയാളുടെ വാക്ക് വിശ്വസിച്ചു. എന്നെയും മക്കളെയും കൂടി ചതിക്കല്ലായിരുന്നു അയാൾ. ജീവൻ്റെ പാതയായി സ്നേഹിച്ച ആൾ അല്ലേ? മറക്കാൻ പെട്ടെന്ന് കഴിയില്ലായിരിക്കും. എന്നാലും വേണ്ടില്ല, വെറുതെ പോയി. ഇനി ആദ്യത്തെ പോലെ സ്നേഹിക്കാൻ എനിക്കാവില്ല. ഒരു ജോലി ഉള്ളത് കൊണ്ട് ഞാൻ ആർക്കും ബുദ്ധിമുട്ടാവില്ല. ഇനി ഇതിൻ്റെ പേരിൽ ആരും എൻ്റെ അടുക്ക വന്ന് സംസാരിക്കണ്ട. എനിക്ക് അയാളെ വേണ്ട. അച്ഛൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒഴിവാക്കി തരാൻ നോക്കണേ. മോളെ, നീ നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്? അതെ അമ്മ, എന്നെ നിർബന്ധിക്കരുത് ഈ ബന്ധം തുടരാൻ. അച്ഛമ്മയുടെ കുട്ടിയെടുത്ത തീരുമാനം നല്ലതാണ്. എൻ്റെ മോൾക്ക് നല്ലതേ വരൂ. അനു, ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാനും അയാളെ അന്ധമായി വിശ്വസിച്ചു. ഒരുപാട് വേദനിപ്പിച്ചു നിന്നെ. നിന്നോട് ക്ഷമിക്കടി. അച്ഛാ, നമുക്ക് അനുവിൻ്റെ നിശ്ചയം നടത്താം. ഞങ്ങൾക്ക് ജോലിയൊക്കെ ആയിട്ട് മതി നിശ്ചയവും കല്യാണം. ചേച്ചിയെപ്പോലെ ഞാനും സ്വന്തം കാലിൽ നിൽക്കട്ടെ. തട്ടിട്ട വീടിൻ്റെ മുകൾ നിലയിൽ ഇതൊന്നും അറിയാതെ അനുവിനെ സ്വന്തമാക്കുന്ന സ്വപ്നം കണ്ട് ഉറങ്ങുകയായിരുന്നു ജോഷി. വീടിന് പുറത്ത് പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നത് വരെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.